നമ്മൾ യുഗാന്ത ശാസ്ത്രത്തെക്കുറിച്ചാണ് ചിന്തിച്ചത്. ഒന്ന് യഹൂദൻ്റെ എസ്കറ്റോളജിയും ജൂവിഷ് എസ്കറ്റോളജിയും മെസ്സിയാനിക് എസ്കറ്റോളജിയെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ജൂവിഷ് എസ്കറ്റോളജിക്കകത്ത് പറയുമ്പോൾ വീണുപോയ മനുഷ്യൻ്റെ വീഴ്ച മുതൽ അടുത്ത ഒരു അവർക്ക് അവരുടെ രാജ്യം യഥാസ്ഥാപനപ്പെടുത്തുവാൻ വേണ്ടി അവരുടെ രാജാവ് വരുമെന്നുള്ള ആ ഒരു പ്രഖ്യാപനം വരെ അവരതിനെ ദുഷ്കാലമായും ഈവിൾ ഏജായിട്ട് കണ്ടു. അതിനുശേഷം അവരുടെ രാജാവ് വന്നു കഴിഞ്ഞാൽ ആ രാജാവ് അവർക്കൊരു നല്ല ഭരണം കാഴ്ചവെച്ച് അവരെ എല്ലാം വീണ്ടെടുക്കുമെന്നുള്ളൊരു ചിന്ത അവർക്കുണ്ടായിരുന്നു. അപ്പോൾ പ്രവാചകന്മാർ മശിഹയെക്കുറിച്ച് പ്രവചിച്ചപ്പോഴും യേശു കർത്താവ് ഭൂമിയിൽ കടന്നു വന്നപ്പോൾ യഹൂദൻ ഒരിക്കലും യേശുവിനെ അവരുടെ രക്ഷകനായിട്ട് അംഗീകരിച്ചില്ല. പലരും പ്രവാചകനായിട്ട് കണ്ടു, പലരും ഹല്ലേലൂയ മറിയയുടെയും ജോസഫിൻ്റെയും മകനായിട്ട് അവൻ ജനിക്കുമെന്ന് ആർക്കും യാതൊരു വിധമായ ഐഡിയയും ഇല്ലായിരുന്നു. നിങ്ങൾ ശ്രദ്ധിക്കണം, അവിടെ നമ്മൾ മെസ്സിയാനിക് എസ്കറ്റോളജി എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് വീഴ്ത്തപ്പെട്ട മനുഷ്യൻ്റെ അല്ലെങ്കിൽ പാപത്തിനകത്ത് അകപ്പെട്ട മനുഷ്യൻ്റെ ജീവിതത്തിൽ നിന്നും അവനെ വീണ്ടെടുക്കുവാൻ വേണ്ടി പിതാവ് സ്വന്തം പുത്രനായ യേശുവിനെ നമുക്ക് നൽകി തന്നു. യേശുവിനെ നൽകി തരുമ്പോൾ യേശുവിൻ്റെ ജനനവും മരണവും പുനരുദ്ധാനവും നമ്മളവിടെ കാണുന്നുണ്ട്. അപ്പോൾ ആ ദുഷ്ടകാലത്തിൻ്റെ നടുവിൽ തന്നെ കർത്താവ് ജനിക്കുമ്പോഴും നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് ദൈവരാജ്യം അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുക, ഒരു പുതിയ രാജ്യം, പുതിയ സൃഷ്ടി, അതുപോലെ തന്നെ ആത്മാവിൻ്റെ ഒരു പുതിയ യുഗം അവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ യേശു കർത്താവിൻ്റെ ജനന മരണ പുനരുദ്ധാനത്തിന് ശേഷം അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ നമ്മൾ കാണുമ്പോൾ 2-ാം അധ്യായത്തിനകത്ത് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നു. അവിടെ അനേകരുടെ മേലും മാനസാന്തരമുണ്ടായി അവർ യേശുവിങ്കിലേക്ക് തിരിയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവിടുന്ന് വരാനിരിക്കുന്ന യുഗമെന്ന് പറഞ്ഞ് മറ്റുള്ളവർ അല്ലെങ്കിൽ യഹൂദന്മാർ വിശ്വസിച്ചു കൊണ്ടിരുന്ന ആ കാലഘട്ടത്തിൽ ആക്ച്വലി ദൈവരാജ്യം അവിടെ സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞു. ഇതാണ് നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത്. കർത്താവിൻ്റെ രാജ്യം എന്ത് ചെയ്തു? അവിടെ സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞു. കാരണം പരിശുദ്ധാത്മാവ് വന്നതോടുകൂടി ദൈവരാജ്യം അവിടെ എസ്റ്റാബ്ലിഷ്ഡായി. ഞാൻ വീണ്ടും പറഞ്ഞു, ആ 2 യുഗങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വരാനിരിക്കുന്ന യുഗമായി ഇവിടെ കാണിക്കുമ്പോൾ ഇപ്പോഴത്തെ ദുഷ്ടയുഗവും ദൈവത്തിൻ്റെ രാജ്യവും തമ്മിൽ പാരലായിട്ട് പോവുകയാണ്. അപ്പോൾ ഈ 2 രാജ്യങ്ങളും തമ്മിലുള്ള ഒരു യുദ്ധമാണ് നമ്മുടെ മുമ്പിൽ നടക്കുന്നത്. നമ്മളിപ്പോൾ ജീവിക്കുന്നത് ഇവിൽ വേൾഡിലാണെങ്കിലും നമ്മളായിരിക്കുന്നത് എവിടെയാ? ദൈവരാജ്യത്തിനകത്താണ്. അപ്പോൾ ദൈവരാജ്യത്തിനകത്ത് നമ്മളായിരിക്കുമ്പോൾ നമ്മളായിരിക്കുന്ന ഈ ലോകത്തിൻ്റെ വ്യവസ്ഥയ്ക്കപ്പുറത്ത് ഒരു രാജകീയ കിങ്ഡം നമുക്കുണ്ടല്ലേ. നമ്മൾ ആരാ? രാജകീയ പുരോഹിത വർഗമാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ ന്യൂ ക്രിയേഷൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു പുതിയ സൃഷ്ടിയായി മാറി. കാരണം ഇവിടെ ഒരു സൃഷ്ടി നടന്നത് നമ്മൾ കാണുന്നുണ്ടല്ലേ. എവിടെയാ? ഏദനിൽ നടന്ന സൃഷ്ടിയിൽ നിന്നും ദൈവത്തിൽ നിന്നും അന്യപ്പെട്ടു പോയ മനുഷ്യനെ ദൈവത്തിൻ്റെ വാഗ്ദത്തപ്രകാരം വീണ്ടും റിസ്റ്റോർ ചെയ്യപ്പെടുവാൻ വേണ്ടി തൻ്റെ സ്വന്തം പുത്രനായ യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചു. അങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ വീണ്ടും നമ്മൾ നോക്കുമ്പം ഈ വെളിപ്പാട് പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ ദ ന്യൂ ഹെവൻ ആൻഡ് ദ ന്യൂ എർത്ത് എന്ന് നമ്മൾ കാണുന്നല്ലേ. ജീസസ് സെക്കൻഡ് കമ്മിങ്. ഇനിയും അടുത്തത് എന്തുവാ സംഭവിക്കാൻ പോകുന്നത്? യേശു കർത്താവിൻ്റെ 2ാമത്തെ വരവ്. അപ്പം 1ാമത്തെ വരവിൽ അവൻ എന്തോ ചെയ്തു? അവൻ്റെ രാജ്യം സ്ഥാപിച്ചിട്ട് പോയി. സകല വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും മുകളിൽ അവനാണ് കർത്തൃത്വം നടത്തുന്നത്. അതുവരെയും ഉണ്ടായിരുന്ന ചക്രവർത്തിമാർ, രാജാക്കന്മാർ എല്ലാം ആയിരിക്കുമ്പോൾ ഇവർ രാജാക്കന്മാരുടെ കാലഘട്ടത്തിലാണ് യഹൂദന്മാരായിരുന്നത് അല്ലേ. അപ്പോൾ അവർക്കൊക്കെ ഒരു പുതിയ രാജാവ് വരുമ്പോൾ ആ രാജാവിനെക്കുറിച്ച് ഭയങ്കര വാർത്ത പരക്കും. അതാ ഞാൻ പറഞ്ഞ ഗുഡ് ന്യൂസ് എന്ന് പറഞ്ഞത്. എന്നാൽ നമ്മുടെ രാജാവ് വന്നപ്പോൾ വന്ന വാർത്ത യുവാൻഗേലിയോൻ എന്ന് പറഞ്ഞ വേർഡാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രവാചകന്മാർ വരുവാനുള്ള മശിഹയെക്കുറിച്ച് പ്രവചിച്ചത് മശിഹ തന്നെ വന്ന് തൻ്റെ ജനത്തെ പഠിപ്പിക്കുവാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത അന്ന് വരെ പ്രവാചകന്മാർ പറഞ്ഞതുപോലെ ആയിരുന്നില്ല. യേശു കർത്താവ് വന്ന് പറഞ്ഞപ്പോൾ തൻ്റെ ശിഷ്യന്മാർ അത് ഏറ്റെടുത്തു. തൻ്റെ ശിഷ്യന്മാർ ആ സുവിശേഷം പറയുവാൻ തുടങ്ങിയപ്പോൾ അവരുടെ അധരങ്ങളിൽ നിന്ന് വരുന്ന വാക്കുകൾ മറ്റുള്ളവരുടെ ചെവികളിൽ വീണ് കഴിഞ്ഞപ്പോൾ അവരുടെ ജീവിതത്തിനകത്ത് അവർ പോലും അറിയാതെ മാറ്റങ്ങളുണ്ടായി. യുവാൻഗേലിയോൻ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നാം കേൾക്കപ്പെട്ട ദൈവവചനത്തിൻ്റെ സുവിശേഷം നാം മറ്റുള്ളവരോട് പറയുവാൻ നമ്മുടെ ഹൃദയത്തിനകത്ത് അത് വിതയ്ക്കപ്പെട്ടിട്ടുണ്ട്.
വീണ്ടും ജനിച്ച ഒരു വ്യക്തി, തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തി, അവൻ്റെ ജീവിതത്തിനകത്ത് അവൻ എന്ത് ചെയ്യുമെന്നറിയാമോ? കേൾക്കപ്പെട്ട വചനം അവൻ്റെ ഹൃദയത്തിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കും, നമ്മൾ അറിയുന്നില്ല. അതാ യേശു കർത്താവ് പറഞ്ഞത്. യേശുവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അന്ന് വരെ ഉണ്ടായിരുന്ന ഒരു കിങ്ഡം പോലെ ആയിരുന്നില്ല യേശുവിൻ്റെ രാജ്യത്വം. ആമേൻ. അപ്പോൾ ഇവരെല്ലാം ചിന്തിച്ച എന്തുവാ? യേശു അന്ന് രാജാവാകും, തങ്ങൾക്ക് ആ രാജ്യത്തിൽ കൂടെ മറ്റുള്ള ശത്രുക്കളെ എല്ലാം തോൽപ്പിച്ച് തങ്ങൾക്കൊരു വലിയൊരു പ്രാധാന്യം കൈവരിക്കും, അടിമത്തത്തിൽ നിന്ന് അവരൊക്കെ വിടുവിക്കപ്പെടുമെന്നുള്ളൊരു ചിന്തയിലാണ് അവർ ആയിരുന്നത്. എന്നാൽ യേശു വന്നപ്പോൾ നിൻ്റെ ഒരു കർണത്തടിക്കുന്നവനെ മറ്റേ കർണം കാണിക്കണമെന്നാണ് പഠിപ്പിച്ചത്. വാളെടുക്കുന്നവൻ വാളാൽ നശിക്കുമെന്ന് പഠിപ്പിച്ചു, അല്ലേ? അപ്പോൾ ഇവർക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല എന്താ കാര്യം. കാരണം അന്ന് വരെ അവർ കണ്ട് ശീലിച്ചിരുന്ന കാര്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു രാജ്യത്വമാണ് യേശു പ്രഖ്യാപിച്ചത്. അതാണ് ഗുഡ് ന്യൂസ്, യുവാൻഗേലിയോ എന്ന് പറയുന്നത്. അതൊരു പുതിയ സൃഷ്ടിയുടെ ആരംഭമായിരുന്നു. ഇന്നലെ വരെ നാം എന്തു ചിന്തിച്ചിരുന്നോ, ഇന്നലെ വരെ നാം ഏത് തലത്തിലായിരുന്നോ അതിനെ വിട്ട് ഒരു പുതിയ തലത്തിലേക്ക് നാം കയറുന്നതിനെയാണ് ഗുഡ് ന്യൂസ് എന്ന് പറയുന്നത്. നമ്മുടെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞിട്ട് പുതിയ മനുഷ്യനെ നാം എടുത്ത് ധരിച്ചിരിക്കുകയാണ്. എന്നാൽ പലപ്പോഴും എന്തുവാ സംഭവിക്കുന്നത്? നമ്മൾ പെന്തക്കോസ്തുകാരെന്ന് പറയുമ്പോൾ നമുക്ക് ഇച്ചിരി പ്രൗഡുള്ളവരാണ്. കാരണം നമ്മൾ കർത്താവ്, ഇത് യഹൂദനും ഇത് തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത്. മനസ്സിലാകുന്നുണ്ടോ? കാരണം യഹൂദൻ്റെ ചിന്ത എന്തായിരുന്നു? ഞങ്ങൾ അബ്രഹാമിൻ്റെ സന്തതികളാ, മോശയിൽ കൂടെ ഞങ്ങൾക്ക് ന്യായപ്രമാണം കിട്ടിയതാ, ദൈവത്തിൻ്റെ കൽപ്പനകൾ ഞങ്ങൾ പ്രമാണിക്കുന്നു, ഞങ്ങൾ ജാതികളിൽ നിന്ന് വേർപെട്ടവരാ, ഞങ്ങൾ വിശുദ്ധ ജനമാ. ഇതെല്ലാം പറയുമ്പോൾ ദൈവം അവരുടെ നടുവിൽ ഇറങ്ങി വന്ന് നിന്ന് അവരെ നടത്തിയതാ, അല്ലേ? നോക്കിയാൽ ഈ ലോകത്ത് ഒരു ജാതിക്കും കിട്ടാത്തൊരു ഭാഗ്യമാണ് ദൈവത്തിൻ്റെ ജനത്തിന് കിട്ടിയത്. മരുഭൂമിയിൽ പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിത്തൂണായും നിന്ന് തൻ്റെ ജനത്തെ കാടപ്പക്ഷികളെയും മന്നയും കൊടുത്ത് പോഷിപ്പിച്ച്, അല്ലെങ്കിൽ അവരുടെ ചെരുപ്പ് തേയാതെ വസ്ത്രം ജീർണിച്ചു പോകാതെ 40 വർഷത്തെ മരുഭൂയാത്രയിൽ കൂടെ നടന്നൊരു ദൈവം അവരുടെ ജീവിതത്തിനകത്ത് സാധാരണമായി മാറി പിന്നത്തേതിൽ. ആമേൻ. നമുക്ക് പലപ്പോഴും ദൈവം എന്തുവാ, നമുക്ക് പലപ്പോഴും ആ ദൈവത്തിൻ്റെ വിശുദ്ധിയിലേക്ക് അടുക്കുവാൻ പറ്റുന്നില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തിൻ്റെ വിശുദ്ധിയെ നമ്മൾ സാധാരണമാക്കി കളഞ്ഞു. നമ്മൾ എന്ത് ചെയ്താലും കുഴപ്പമില്ല, നമ്മുടെ ജീവിതത്തിനകത്ത് ഏത് പാപം ചെയ്താലും ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ദൈവം ക്ഷമിക്കുമെന്നുള്ളൊരു ചിന്തയാണ്. ഹല്ലേലൂയ. എന്നാൽ അങ്ങനെയുള്ളൊരു ചിന്ത ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിനകത്തൊന്ന് മാറണം. അവൻ്റെ പുതിയ ആകാശവും പുതിയ ഭൂമിയും വരുമെന്ന് പറയുമ്പോൾ ഇനി നിങ്ങൾ ചിന്തിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമെന്ന് പറഞ്ഞാൽ, അവൻ്റെ രാജ്യം സ്ഥാപിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ ഓൾറെഡി നിത്യതയിലായി. നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് എറ്റേണിറ്റിയിലാണ്. മനസ്സിലാകുന്നുണ്ടോ? ഇത് നമ്മളിൽ പലർക്കും അറിയത്തില്ല. നമ്മുടെ ചിന്ത എന്തുവാ? ഇനി കർത്താവ് രണ്ടാമത്തെ വരവ് വരുമ്പം നമ്മളെ ചേർത്ത് കഴിയുമ്പം നമ്മൾ സ്വർഗത്തിൽ പോകുന്നുള്ള, സ്വർഗത്തിൽ പോകുക എന്നുള്ളൊരു കാര്യമല്ല ഇമ്പോർട്ടൻ്റ്. കാരണം ഈ ദുഷ്ടലോകത്തിൽ, ഇപ്പോഴത്തെ ദുഷ്ടയുഗത്തിൽ നിങ്ങൾ ക്രിസ്തുവിനെ കൂടെ വാഴുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. മനസ്സിലാകുന്നുണ്ടോ? കാരണം ഈ ലോകത്തെ ജയിക്കുവാൻ വേണ്ടിയാണ് ക്രിസ്തു നമുക്ക് വേണ്ടി പരിശുദ്ധാത്മാവിനെ നൽകി തന്നത്. നമുക്ക് പലപ്പോഴും ഇത് മനസ്സിലാകുന്നില്ല. നമ്മൾ പലപ്പോഴും ജഡത്തിൽ തന്നെയാണ് ജീവിക്കുന്നത്. ആത്മാവിൽ ജീവിക്കുവാനാണ് ദൈവം എന്ത് ചെയ്തത്? പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകി തന്നത്. യേശു ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ എങ്ങനെയാണ് ജീവിച്ചത്? ഹല്ലേലൂയ. അവൻ പിതാവിൻ്റെ ശബ്ദം കേട്ടാണ് യാത്ര ചെയ്തത്. അവൻ പിതാവ് പറയുന്നത് പോലെയാണ് എല്ലാം ചെയ്തത്. ദൈവത്തിൻ്റെ ഹിതമില്ലാത്ത ഒരു കാര്യം പോലും അവൻ ചെയ്തില്ല. 30 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നിട്ടും ഒരത്ഭുതം പോലും അവൻ ചെയ്തില്ല. അവൻ ദൈവത്തോട് സംസാരിച്ചു കൊണ്ടിരുന്നു. അവൻ്റെ രാജ്യം സ്ഥാപിക്കുവാൻ വന്ന വ്യക്തി അവൻ്റെ പദ്ധതി പ്രകാരമാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ കാനാവിലെ കല്യാണത്തിന് വന്നപ്പോൾ എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ നാഴികയ്ക്ക് വേണ്ടി കാത്തിരുന്ന ഒരു പുത്രൻ്റെ അനുഭവമായിരുന്നു പകൽക്കാലം നമുക്ക് ഓരോരുത്തർക്കും വേണ്ടത്. എത്ര ദൈവത്തിന് സ്തോത്രം കരയറ്റുന്നു. പ്രൈസ് ലോർഡ്. അല്ല, ഞാൻ വളരെ വേഗം കടന്നു പോകട്ടെ. അപ്പോൾ നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ കാലഘട്ടം ദുഷ്കാലമാകിയാൽ ഈ ദുഷ്കാലത്തിൻ്റെ നടുവിൽ നമ്മൾ ക്രിസ്തുവിനോട് കൂടെ വാഴുകയാണ് ചെയ്യുന്നത്. മനസ്സിലാകുന്നുണ്ടോ? എഫേസ്യ ലേഖനത്തിനകത്ത് പറയുന്നു നമ്മളെ എവിടെ ഇരുത്തിയിരിക്കുന്നത്? സ്വർഗീയ സ്ഥലങ്ങളിൽ നമ്മളെ ഇരുത്തിയിരിക്കുക. നമ്മളിപ്പോൾ സ്വർഗത്തിലാണോ? അല്ല. പക്ഷേ ആത്മീകമായി നമ്മൾ നോക്കുമ്പോൾ നമ്മൾ എവിടെയാണ് ഇപ്പോൾ ആയിരിക്കുന്നത്? ക്രിസ്തുവിൻ്റെ കൂടെയാ. നമ്മൾ സ്നാനപ്പെട്ടപ്പോൾ എന്തോ സംഭവിച്ചത്? നമ്മൾ
റോമാലേഖനം പറയുന്നു, നമ്മളൊരു പുതിയ സൃഷ്ടിയാകുമ്പോൾ നമ്മൾ അവനോടുകൂടെ ഉയർത്തെഴുന്നേറ്റു, അല്ലേ? പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? അല്ല, യേശുക്രിസ്തുവിനോടുകൂടെ ചേരുവാൻ സ്നാനമേറ്റവരായിരിക്കുന്ന നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ നമ്മൾ അവൻ്റെ കൂടെ മരിച്ച് അടക്കം ചെയ്യപ്പെട്ട് മൂന്നാം ദിവസം യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റതുപോലെ നാം ഉയർത്തെഴുന്നേറ്റപ്പോൾ വചനം പറയുന്നു, നാം ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതാവുന്നു. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ ജീവൻ്റെ പുതുക്കം എന്ന് പറഞ്ഞാൽ എന്തുവാ? ഏതിനിൽ നഷ്ടപ്പെട്ടു പോയ ദൈവത്തിൻ്റെ തേജസ്സിനെ സ്നാനത്തിൽ കൂടെ കർത്താവ് നമ്മുടെ മേൽ പുനഃസ്ഥാപിച്ചു. നാം അവനിൽ, ഹല്ലേലൂയ, ആയിത്തീർന്നപ്പോൾ നമ്മുടെ ജീവിതം വ്യത്യസ്തമായി മാറി. ഞാൻ പറഞ്ഞല്ലോ, ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ പാപം ചെയ്യുന്നത് ഒരുപക്ഷെ പെന്തക്കോസ്തുകാരായിരിക്കും, എൻ്റെ നോട്ടമനുസരിച്ച്. കാരണം ഒരു ജാതികൻ പോലും, ഒരു വിശ്വാസി അല്ലാത്ത ഒരു മർത്തോമക്കാരനോ കത്തോലിക്കനോ ചെയ്യുന്നതിനേക്കാൾ അപ്പുറത്ത് ദൈവത്തെ അറിയാമെന്ന് പറയുന്നവൻ ദൈവത്തിൻ്റെ വിശുദ്ധിയെ കളഞ്ഞിട്ടാണ് ജീവിക്കുന്നത്. ആമേൻ. കാരണം നമ്മൾ ഇന്ന് കേൾക്കുന്ന മെസ്സേജസ് എല്ലാം നിന്നെ ദൈവം അനുഗ്രഹിക്കും, നിൻ്റെ തലമുറയെ ദൈവം വിടുവിക്കും, നിൻ്റെ ജീവിതത്തിനകത്ത് ബ്ലെസ്സിങ് എന്ന് പറഞ്ഞ് കേൾക്കുന്ന ആ ഓരോ സുവിശേഷങ്ങളും യഥാർത്ഥ സുവിശേഷമല്ല. അതാ പൗലോസ് ഇവിടെ പറയുവാൻ ശ്രമിക്കുന്നത്. ഞങ്ങൾ പ്രസംഗിച്ചിട്ടില്ലാത്തൊരു ക്രിസ്തുവിനെ നിങ്ങൾ കേൾക്കുന്നു, അല്ലേ? നിങ്ങൾ പ്രസംഗിക്കപ്പെടുന്നു, അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കപ്പെടുന്നു. ഹല്ലേലൂയ. എത്ര പേർക്ക് ഇത് മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾ താൻ സാമ്പത്തികമായിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ചുള്ളൊരു വീഡിയോ ചെയ്തു. അപ്പോൾ താൻ ഒരാൾക്ക് ഒരു പ്ലേ കാർഡൊക്കെ വെച്ചിട്ട് അപ്പോൾ ഇങ്ങനെ കാണിക്കുന്നത്, ഒരാൾക്കൊരു 30,000 രൂപ സാലറി ഉണ്ടെന്നിരിക്കട്ടെ, അദ്ദേഹത്തിൻ്റെ 20% എന്ത് ചെയ്യണം? ദൈവത്തിന് കൊടുക്കണം. ബാക്കി 20% തൻ്റെ സേവിങ്സിന് വേണ്ടി മാറ്റി വെക്കണം. ബാക്കി 18,000 രൂപയുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തോണം. കാരണം ഒരു സഭയിൽ ദശാംശത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത് ശരിയാണെന്ന് ചോദിച്ചാൽ തെറ്റാണെന്ന് ഞാൻ പറയും. കാരണം ദൈവത്തിന് മനസ്സോടെ കൊടുക്കുന്നവനെയാണ് വേണ്ടത്. കാരണം ദൈവരാജ്യം പണിയുന്നത് നമ്മുടെ കഴിവിലല്ല, നമ്മുടെ സമ്പത്തിലല്ല. ദൈവരാജ്യം പണിയപ്പെടുന്നത് പ്രാർത്ഥനയിലും ഉപവാസത്തിലുമാണ്. ഇന്ന് പലക്കാലം എത്ര പേർക്ക് ഇത് മനസ്സിലാകുന്നുണ്ട്? സമ്പത്തുള്ള എത്രയോ ചർച്ചുകളുണ്ട്, അവിടെയൊക്കെ ദൈവത്തിൻ്റെ വേല നടക്കുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ വചനത്തെ കോട്ടിക്കളയുന്നവരെ നമ്മൾ ശ്രദ്ധിച്ചു കൊള്ളണം. പൗലോസ് പറയുന്നു, ഞാൻ പോയ ശേഷം കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടന്നു വന്നു. ഹല്ലേലൂയ. ദൈവസഭ പണിയപ്പെടേണ്ടതിൻ്റെ ഉത്തരവാദിത്വം ദൈവം ഏറ്റെടുത്തോളും, നാം നിന്നു കൊടുത്താൽ മതി. ഹല്ലേലൂയ. ഇപ്പം നമുക്ക് ഒരാളെ ഫോഴ്സ് ചെയ്ത് എന്തെങ്കിലും ചെയ്യിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ അങ്ങനെയുള്ള എന്ന് വെച്ചാൽ അവരവരുടെ ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്യുവാൻ തക്ക തലത്തിലാണ് സഭകൾ ഇന്ന് പലതും പഠിപ്പിക്കുന്നത്. ആമേൻ. എന്നാൽ ക്രിസ്തുവിൻ്റെ ജീവൻ ഒരു വ്യക്തിയിൽ വ്യാപരിച്ചാൽ എന്തോ സംഭവിക്കും? ക്രിസ്തുവിൻ്റെ തലയ്ക്ക് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കും, അല്ലേ? അപ്പോൾ നമ്മുടെ സഭയ്ക്ക് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ ആവശ്യമാണെങ്കിൽ നാം എന്തു ചെയ്യും? നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. ആമേൻ, ഹല്ലേലൂയ. ദൈവം ഒരിക്കലും, ഹല്ലേലൂയ, നമ്മുടെ കഴിവിനെ കണ്ടിട്ടല്ല അവൻ്റെ സഭയെ വളർത്തുന്നത്. നമ്മുടെ ഡെഡിക്കേഷൻ, നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ ഹൃദയനുറുക്കം, നമ്മുടെ റിപ്പൻറ്റൻസ്, നമ്മൾ കർത്താവിനെ ആഗ്രഹിക്കുന്ന ആഗ്രഹം, ഇത് കാണുമ്പോഴാണ് കർത്താവ് അവൻ്റെ സഭയെ പണിയുന്നത്. കാരണം വചനം പറയുന്നു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. ഹല്ലേലൂയ. പലരുടെയും ചിന്ത എന്നാണെന്നറിയാവോ? അവരാ സഭ പണിയുന്നതെന്നാ. പലരുടെയും ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്തോ സംതിങ് ആണ്, അവർ മുഖാന്തരമാണ് സഭ പണിയപ്പെടുന്നത്. നോ, ആർക്കും സഭ പണിയാൻ പറ്റത്തില്ല. കാരണം പാതാള ഗോപുരങ്ങളെ ജയിച്ചൊരു കർത്താവുണ്ട്, അവനാണ് അവൻ്റെ സഭയെ പണിയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട്? ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. ഞാൻ വളരെ വേഗം മുമ്പോട്ട് കടന്നു പോവുകയാണ്. അപ്പോൾ അവിടെ പൗലോസ് പറയുന്നു, ഒരു ഡിഫറൻറ്റ് ഗോസ്പൽ, മറ്റൊരു സുവിശേഷം. പഴയ നിയമത്തിലെ ആ ലോ അവരനുസരിക്കണം. എന്തിനാ? അബ്രഹാമിനോടുള്ള ബ്ലെസ്സിങ് കിട്ടാൻ വേണ്ടി. കാരണം ഇവരോട് പൗലോസ് എന്ന് പറഞ്ഞു, നിങ്ങൾ ക്രിസ്തുവിലായാൽ എന്ത് ചെയ്തു? നിങ്ങൾ പുതിയ സൃഷ്ടിയായി, നിങ്ങൾക്ക് ഇനി പഴയ നിയമമില്ല. കാരണം അവർ ജാതികളിൽ നിന്ന് വന്നവരാ. എന്നാൽ യഹൂദന്മാരിൽ ചിലർ വന്ന് എന്തോ പഠിപ്പിച്ചു, നിങ്ങൾ അബ്രഹാമിൻ്റെ മക്കളെന്ന്, അല്ലെങ്കിൽ യഹൂദ ജനത്തിലോട്ട് നിങ്ങൾ ചേരണമെങ്കിൽ നിങ്ങൾ പരിച്ഛേദന ഏൽക്കണം. പരിച്ഛേദന ഏൽക്കാത്തൊരു വ്യക്തിക്ക് അബ്രഹാമിൻ്റെ സന്തതിയായിട്ടിരിക്കാൻ പറ്റത്തില്ല. ഇതാണ് പറയുന്നത്. എന്നാൽ പൗലോസ് പറയുക,
നിങ്ങൾ ആ നിയമം കൊണ്ടല്ല യേശുവിലേക്ക് ചേരുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങളിപ്പോൾ ആയിരിക്കുന്നത് എവിടെയാ? ക്രിസ്തുവിൻ്റെ സഭയിലാണ്. ശ്രദ്ധിക്കുന്നുണ്ടോ എന്നെ? ആമേൻ, ഹല്ലേലൂയ. നിങ്ങളിപ്പോൾ ആയിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ സഭയിലാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾ വീണ്ടും എങ്ങോട്ടാണ് പോകുന്നത്? പഴയ കാലഘട്ടത്തിലേക്ക് പോവുകയാണ്. എന്ന് പറഞ്ഞാൽ, ഉദാഹരണം ഞാൻ പറയാം. ഇസ്രയേൽ ജനത്തെ മിസ്രൈമിൽ നിന്നും കൊണ്ടുവന്ന മോശയോട് ഇവർ പിറുപിറുത്തു. എന്തുവാ കാരണം? ഞങ്ങൾ ഇറച്ചിക്കലങ്ങൾക്ക് നടുവിലായിരുന്നു. ഇപ്പം ഇവൻ്റെ ചിന്ത എന്തുവാ? അവൻ്റെ ശാരീരികമായിട്ടുള്ള കാര്യങ്ങളാ, ജഡത്തിൻ്റെ ഇഷ്ടങ്ങളാ. ഇവിടെ വാഗ്ദത്ത നാട്ടിലേക്ക് തൻ്റെ ജനത്തെ നയിക്കുവാൻ വേണ്ടി ദൈവം മോശയെ മുൻനിർത്തി അവരുടെ മുമ്പിൽ അത്ഭുതങ്ങൾ നടന്നു. ഫറവോനെയും സൈന്യത്തെയും ചെങ്കടലിൽ തകർത്ത് കളഞ്ഞു. അല്ലേ? ഇങ്ങനൊരു യുദ്ധം ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അന്ന് വരെ ഇസ്രയേലിൻ്റെ ജീവിതത്തിനകത്തെ സംഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇന്നലെ വരെ കണ്ടിട്ടില്ലാത്ത പുതിയ പുതിയ അത്ഭുതങ്ങൾ അവർ ഓരോ ദിവസവും കണ്ടത്. ആമേൻ. നമ്മളിതൊക്കെ വായിച്ചിട്ടിരിക്കത്തേ ഉള്ളൂ. നമ്മൾ എന്തെങ്കിലും കടലിൽ പിളർക്കുന്നത് കണ്ടിട്ടുണ്ടോ? പാറയിൽ നിന്ന് വെള്ളം വരുന്നത് കണ്ടിട്ടുണ്ടോ? പാറ അടിച്ചപ്പം പാറയിൽ നിന്ന് വെള്ളം വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ പാറ അടിക്കുമ്പോൾ അല്ലെങ്കിൽ പാറയോട് കൽപ്പിക്കുമ്പോൾ വെള്ളം വരുന്നത് കണ്ടിട്ടുണ്ടോ? ഇല്ല. ഈ ജനത്തിൻ്റെ ജീവിതത്തിനകത്ത് രാവിലെ എഴുന്നേറ്റാൽ കാടപ്പക്ഷിയെ ഇങ്ങനെ നമ്മൾ ഫ്രീസറിൽ നിന്ന് സാധനം എടുത്തുകൊണ്ട് പോകുന്ന പോലെ കാടപ്പക്ഷിയെ പിടിച്ചുകൊണ്ട് പോയി കറി വെച്ചാൽ മതി, അല്ലേ? അവർക്ക് മന്ന പൊഴിച്ച് കിട്ടുകയാണ്. അപ്പോൾ ഇവർക്ക് ഒന്നിനും കുറവില്ലാതെ അവരെ നടത്തുകയാണ്. കാരണം മോശയോട് പിറുപിറുത്തു, ഞങ്ങൾ മിസ്രൈമിലായിരുന്നപ്പോൾ. അയ്യോ, മിസ്രൈമിലായിരുന്നപ്പോൾ എന്തോ അവർ ചെയ്തുകൊണ്ടിരുന്നേ? അവർ അടിമവേല ചെയ്യുകയായിരുന്നു. അവർ ഇഷ്ടികക്കളത്തിൽ പണിയെടുക്കുകയായിരുന്നു. രാവിലെ എണ്ണീറ്റാൽ രാത്രി വരെ അവരെ അടിച്ച് അവരുടെ ശരീരം വേദനിച്ച് അവർ തകർക്കപ്പെട്ടവരായി കിടക്കുകയായിരുന്നു. പക്ഷേ ദൈവത്തിങ്കിലേക്ക് ഒരു പുതിയ സൃഷ്ടിയാകുവാൻ വിളിച്ച ഈ ജനം, ഒരു വാഗ്ദത്ത നാട്ടിലേക്ക് കടന്നു വരുവാൻ വിളിച്ച ഈ ജനം, അവർക്ക് അതിനോട് പൊരുത്തപ്പെട്ടു പോകുവാൻ പറ്റുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, ഇവർക്ക് എന്ത് കുറവുണ്ടായിരുന്നിട്ട് ഇവർ മടങ്ങിപ്പോകാൻ ആഗ്രഹിച്ചേ? അടിമത്തത്തിൽ നിന്നും തല്ലും അടിയും പഴിയും ദുഷിയും നിന്നയും ഒക്കെ ഏറ്റ ഈ ജനം എന്തുകൊണ്ടാണ് മടങ്ങിപ്പോകാൻ ആഗ്രഹിച്ചേ? ആമേൻ. ഇതാണ് അടിമത്വത്തിൻ്റെ ആ നുകത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, പിന്നെയും അടിമനുകത്തിൽ കുടുങ്ങിക്കിടക്കുവാനല്ല ഞാൻ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവർ വീണ്ടും പഴയതിലേക്ക് പോകുവാൻ, ഇവരെ പിടിച്ചുകൊണ്ടു പോകുവാൻ ഫറവോൻ വന്നതുപോലെ അവരുടെ മേൽ കിടന്ന ആ പിടുത്തം, പിശാചിൻ്റെ പിടുത്തം, അവരെ ഈ ദുഷ്ടലോകത്ത് തന്നെ മുമ്പോട്ട് കൊണ്ടുപോകാനാണ് നോക്കിയത്. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെയുള്ള ജനത്തെ മോശ നയിച്ചു കൊണ്ട് വരുമ്പോൾ അവർ പറയുകയാണ്, ഞങ്ങൾക്ക് വീണ്ടും എന്ത് ചെയ്യണം? മിസ്രൈമിലോട്ട് പോകണമെന്ന്. അയ്യോ, അവരുടെ നിലവിളി ഞാൻ കണ്ടു, അവരുടെ കഷ്ടത ഞാൻ കണ്ടു എന്ന് ദൈവം വചനത്തിൽ പറയുന്നുണ്ട്. കാരണം അവർ നിലവിളിച്ച് കരയുക, കർത്താവേ, ഈ അടിമത്തത്തിൽ ഞങ്ങളെ ഒന്ന് വിടുവിക്കണം. വിടുവിച്ച് കഴിഞ്ഞപ്പോൾ ഇവർ പറയുകയാ, ഇതാ ഞാൻ പറഞ്ഞത്, വീണ്ടും ജനിച്ച ഒരു വ്യക്തിയെ പിന്നെയും പിടിച്ച് പഴയതിലേക്ക് കൊണ്ടുപോകുവാനുള്ളൊരു പിശാചിൻ്റെ പദ്ധതിയുണ്ട്. ഇന്ന് പകൽക്കാലം അത് തിരിച്ചറിയപ്പെടുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവിക വിജയങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ പൗലോസ് പറയുന്നത്, നിങ്ങളിപ്പോൾ എന്തോ ചെയ്യും? നിങ്ങൾ വീണ്ടും പഴയതിലേക്ക് പോവുകയാണ്. നമ്മളിപ്പോൾ ആയിരിക്കുന്ന ഏത് കാലഘട്ടത്തിലാണ്? 2026 അല്ലേ? ഈ 2026 കാലഘട്ടത്തിൽ നിന്ന് നമ്മൾ പണ്ട് അങ്ങനെ ആയിരുന്നു എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകാൻ പറ്റുമോ? ആമേൻ, ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പം ഞാൻ നിർത്തുകയാണ്. ഞാൻ ആ 2 വാക്യം കൂടെ പറഞ്ഞ് നിർത്തുകയാണ്. നമുക്ക് അതുകൊണ്ട് ഫിനിഷ് ചെയ്യാം. അന്നേരം അടുത്ത ആഴ്ച പുതിയത് തുടങ്ങാം. അപ്പോൾ ചിലർ നിങ്ങളെ കലക്കി ക്രിസ്തുവിൻ്റെ സുവിശേഷം മറച്ചു കളയുവാൻ ഇച്ഛിക്കുന്നു എന്നത്രേ. അപ്പോൾ സെയിം പീപ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇംഗ്ലീഷിൽ പറയുമ്പോൾ സെയിം പീപ്പിൾ എന്നാണ് പറയുന്നത്. ഏതാ? ഈ ജനം, യഹൂദ ജനം, യാക്കോബിൻ്റെ അടുത്തു നിന്നൊക്കെ കടന്നു വന്നവർ വന്ന് പറയുന്നത് എന്തുവാ? നിങ്ങൾ പരിച്ഛേദനയേക്കണം, നിങ്ങൾ യഹൂദനായിരിക്കണം. അപ്പോൾ ഇവിടെ അവരെ മറിച്ച് കളയുവാൻ ശ്രമിക്കുന്നത്. കാരണം അവർക്ക് ഒരുമിച്ച് പോലും ഒന്ന് ജോയിൻ്റ് ആയിട്ട് പോകുവാൻ പറ്റാത്തൊരു സമയമായത്. അപ്പോൾ ദൈവത്തിൻ്റെ പുതിയ സൃഷ്ടിയിൽ യേശുവുള്ള വിശ്വാസത്തിലൂടെ എല്ലാവരും അംഗീകരിക്കപ്പെടുന്നു. ഇപ്പോൾ അവൻ്റെ കുടുംബത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ വൺ ഫാമിലി. മനസ്സിലാകുന്നുണ്ടോ? അവിടെയാണ് പറയുന്നത്, യഹൂദനെന്നില്ല, യവനെന്നില്ല, നമ്മളെല്ലാം എന്തുവാ? ക്രിസ്തുവിൽ. ദാസനെന്നില്ല, യജമാൻ, നമ്മളെല്ലാം ക്രിസ്തുവിൽ ഒന്നാ. ഞാൻ ചോദിക്കട്ടെ, നമുക്ക് അങ്ങനത്തെ ഒരു ചിന്തയുണ്ടോ?
അതില്ലെങ്കിൽ ഇന്ന് പകൽക്കാലം ആ ചിന്ത വന്നില്ലെങ്കിൽ നമ്മൾ ക്രിസ്തുവിൻ്റെ ഭവനത്തിലെ ആൾക്കാരാകത്തില്ല. സ്തോത്രം. ഒരു പുതിയ വ്യക്തി ഹല്ലേലൂയ ജാതീയ മാർഗത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് അവനെ നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമായിട്ട് അംഗീകരിക്കാൻ പറ്റുന്നുണ്ടോ? പാപം ചെയ്ത് ലോകത്തിൻ്റെ പടുകുഴിയിൽ കടന്നവനെ സഭയിൽ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ അയ്യോ അവൻ പാപിയാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിട്ടാണോ നാം ക്രിസ്തുവിൻ്റെ ശരീരമായി തീരുന്നത്? ഞാൻ ഇന്നലെ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, അല്ലേ യൂദ യേശുവിനെ കൊടുക്കുവാൻ പോകുന്നെന്ന് അറിഞ്ഞിട്ടും യൂദയുടെ കാൽ യേശു കർത്താവ് കഴുകി. പ്രൈസ് ദി ലോർഡ്. അവിടെയാണ് സുവിശേഷം തുടങ്ങിയത്, അവിടെയാണ് സഭ തുടങ്ങിയത്. അരയിൽ തോർത്തു ചുറ്റി ശുശ്രൂഷക്കാരനായിട്ട് യേശു കുനിഞ്ഞിരുന്നപ്പോൾ ഹല്ലേലൂയ അവിടെ സഭ തുടങ്ങപ്പെടുകയാണ്. അതാ നമ്മുടെ മാതൃക. ഞാൻ നിർത്തുകയാണ്. ഹല്ലേലൂയ. അടുത്ത വാക്യം കൂടെ നമുക്ക് വായിച്ചിട്ട് നിർത്താം. എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ, സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. അത് ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഇവിടെ താഴോട്ട് വരുമ്പോൾ ലെറ്റ് ദം ബി അണ്ടർ ഗോഡ്സ് കേഴ്സ് എന്നാണ് പറയുന്നത്. ദൈവത്തിൻ്റെ ശാപത്തിൻ്റെ കീഴിലാണ് അവൻ എന്നാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇപ്പോൾ ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നത് അല്ല, ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ നോക്കുന്നുവോ? ഇന്നും ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിൻ്റെ എന്തായിരിക്കത്തില്ല? ഒന്നുകൂടെ പറഞ്ഞേ. അതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വേർഡ് തലേക്കെറിയോ? സെർവൻഹുഡ് അല്ലേ? ഒരു ദാസത്വത്തിൻ്റെ മനോഭാവം. പൗലോസ് അപ്പോസ്തലനായിട്ടിരിക്കുമ്പോൾ പൗലോസ് പറയുകയാ, ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ നോക്കുന്നുവോ? കാരണം നമ്മൾ പഴയ നിയമത്തിലോട്ട് കടന്നു വരുമ്പോൾ ആവർത്തന പുസ്തകത്തിനകത്ത് ദൈവം പറയുന്നുണ്ട് മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നതിനെക്കുറിച്ച്. നിങ്ങൾ കനാൻ നാട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങൾ അവിടെയുള്ളവരെ പ്രീതിപ്പെടുത്താൻ നോക്കരുത് എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ക്രിസ്തുവിൻ്റെ ദാസനായിരിക്കത്തില്ല എന്ന് പറയുന്നു. ആമേൻ. ഗലാത്യലേഖനം 6-ാം അധ്യായം 15-ാം വാക്യത്തിനകത്ത് ഇങ്ങനെ പറയുന്നു, പരിച്ഛേദനയല്ല, അഗ്രചർമ്മവുമല്ല, പുതിയ സൃഷ്ടി അത്രേ കാര്യം. ഹല്ലേലൂയ. നമ്മൾ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത ആഴ്ച നമുക്ക് അടുത്ത വാക്യങ്ങളിലേക്ക് കടന്നു പോകാം. പരിച്ഛേദനയല്ല, അഗ്രചർമ്മവുമല്ല. അപ്പോൾ പൗലോസ് സ്ഥാപിച്ചെടുക്കുവാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്തുവാ? അബ്രഹാമിൽ കൂടെ ഉണ്ടായിരുന്ന പരിച്ഛേദനയല്ല. അബ്രഹാം ന്യായപ്രമാണത്തിലല്ല ജീവിച്ചത്, അല്ലേ? അബ്രഹാം ജീവിച്ചത് എങ്ങനാ? ഞാൻ പറഞ്ഞു, വിശ്വാസത്താല. അവൻ വിശ്വാസത്താലാണ് ഇറങ്ങിപ്പുറപ്പെട്ടത്. പരിച്ഛേദന മുഖാന്തരമല്ല അവൻ ഇറങ്ങിപ്പുറപ്പെട്ടത്. അവൻ കാണാത്ത ദൈവത്തെ കണ്ടതുപോലെ ഇറങ്ങിപ്പുറപ്പെട്ടു. ഇന്ന് പകൽക്കാലം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. ഹല്ലേലൂയ. പരിച്ഛേദനയല്ല, അഗ്രചർമ്മവുമല്ല, പുതിയ സൃഷ്ടി അത്രേ കാര്യം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമുക്ക് പറയാം, കർത്താവേ, നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം, കർത്താവേ, ഞങ്ങളൊരു പുതിയ സൃഷ്ടിയാണോ? കർത്താവേ, ഞങ്ങൾ പഴയതിൽ തന്നെയാണോ കിടക്കുന്നത്? ഞങ്ങളുടെ പഴയ മനുഷ്യൻ്റെ സ്വഭാവം എന്തെങ്കിലും ഇന്ന് പകൽക്കാലം ഞങ്ങൾക്കുണ്ടോ? ഇന്ന് പകൽക്കാലം ഒന്ന് ചോദിച്ചേ. കർത്താവേ, എനിക്കൊരു പുതിയ സൃഷ്ടിയാകേണ്ടത്. ഞാൻ ആയിരിക്കുന്നത് നിത്യതയിലാണ്. ഞാൻ ഇന്ന് ഹല്ലേലൂയ നിത്യതയിലായിരിക്കുന്നത് കൊണ്ടാണ് അങ്ങ് വരുമ്പോഴും എനിക്ക് നിത്യതയിൽ തുടരാൻ പറ്റുന്നത്. കർത്താവേ, ഞാൻ യേശുവിൻ്റെ കൂടെ ആയിരിക്കുന്നത് കൊണ്ടാണ് അവിടുത്തെ രണ്ടാമത്തെ വരവിലും ഞാൻ യേശുവിൻ്റെ കൂടെ എടുക്കപ്പെടുവാൻ പോകുന്നത്. പഴയ സൃഷ്ടി കഴിഞ്ഞു പോയി, പുതിയൊരു സൃഷ്ടിയിലേക്ക് ഞാൻ കടന്നു വന്നിരിക്കുക. കർത്താവെ, ഈ വചനങ്ങളാൽ ദൈവം അവിടുത്തെ ജനത്തെ അനുഗ്രഹിക്കണം. തുടർന്നുള്ള ശുശ്രൂഷകളെ ദൈവം മാനിക്കണം. ഇംഗ്ലീഷ് സർവീസിനെ കർത്താവെ, മലയാള സർവീസിനെ എല്ലാം അനുഗ്രഹിച്ചാട്ട്. സകല മഹത്വത്തേക്ക് യേശുവിൻ നാമത്തിൽ പിതാവേ.